സിസ്റ്റം തകരാറുള്ള രണ്ട് വകുപ്പുകൾ. കഴിഞ്ഞ LDF സർക്കാരിന് മുള്ളുവച്ച മന്ത്രി കസേരകൾ, ആരോഗ്യവും ദേവസ്വവും. ആരോഗ്യം നേരാവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കുമെന്ന് ആറന്മുളയിൽ കണ്ടതാണ്. ദേവസ്വത്തിലെ വീഴ്ചകൾ LDFനെ തദ്ദേശത്തിൽ തുടങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പരാജയമലകൾ കയറ്റിയതുമാണ്. ഇതൊക്കെ അറിയാവുന്ന ഒരാൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ രണ്ട് വകുപ്പും. വൈദ്യുതിക്ക് പവർ പോരെന്ന് പറഞ്ഞാണ് ആരോഗ്യം നോക്കാൻ കെ മുരളീധരൻ ഇറങ്ങിയത്. ശരിക്കു പറഞ്ഞാൽ ഒരു മുൾക്കിരീടം. അല്ല, അതല്ലെങ്കിലും ഉണ്ടല്ലോ, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എടുത്തത്. ഇനി മുൾക്കിരീടം അല്ലെങ്കിലും ഞാൻ എടുത്താൽ മുൾക്കിരീടം ആവുമല്ലോ. അതിലെന്താ സംശയം? അത് ഏത് വകുപ്പ് എടുത്താലും, ഞാനെടുത്താൽ ഏത് വകുപ്പെടുത്താലും അത് മുൾക്കിരീടമാകുമല്ലോ എന്നാണ് മന്ത്രിയുടെ വാക്ക്. ആരോഗ്യവകുപ്പിനെ ഇപ്പോൾ ശരിയാക്കാമെന്ന മോഹമുണ്ടെങ്കിൽ അതിനിത്തിരി സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചികിത്സാ പിഴവുകളിൽ പിടിമുറുക്കി തുടങ്ങിയപ്പോഴാണ് നനച്ചിരിക്കാതെ നിപ എത്തിയത്. മന്ത്രി എവിടെ പോയെന്നായിരുന്നു ആദ്യ ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വീണ്ടും വന്നു എന്നുള്ളതാണ്. ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാകാനും സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയിൽ നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ഇതൊരു ശരിയായ രീതിയായില്ല. ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ ആരോപണത്തിന് രാഷ്ട്രീയ മറുപടി കൊടുക്കുമ്പോൾ മറുവശത്ത് ഷിഗല്ല ബാധിതരുടെ എണ്ണം ആശങ്കപ്പെടുത്തുമാർ കൂടുകയാണ്. ഇതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റി സിസ്റ്റം ശരിയാക്കാൻ ഒരു ശ്രമം. നിപയിലെ കണക്കറിയിച്ചില്ല, കൂടിയാലോചനകൾ ഇല്ല, തുരപ്പന്റെ പണി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കുറ്റങ്ങളാണ് അതിന് നിരത്തിയത്. പക്ഷെ പുറത്താക്കിയ ഉത്തരവിൽ സിസ്റ്റത്തിന്റെ പിഴവ് വ്യക്തമാണ്. പിന്നെ DHSനെ മാറ്റണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റും മന്ത്രിയാണ്. അത് അതിൻ്റെ റൊട്ടീൻ അനുസരിച്ച് നടക്കും. അതിന് ഏത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSന് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ചാർജ് എടുത്ത DHS 4 മാസം ഇവർക്ക് മുമ്പ് DHSൻ്റെ ചാർജ് വെച്ചാൽ അന്ന് ആരായിരുന്നു മന്ത്രി? ഞാനാണോ? അവരെ മാറ്റി പുതിയ DHSന് വെച്ച് അന്നത്തെ സർക്കാരിൻ്റെ അധികാരം, അതേ അധികാരം വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ DHSനെ മാറ്റിയത്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോവാം. അങ്ങനെ ഏകോപനം ചിലർ മറ്റേ തരപ്പം പണി കാണിച്ചു, അവരെ പിടിക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. തലയിലിരിക്കുന്നത് മുൾക്കിരീടമാണ് എന്ന് ആരോഗ്യമന്ത്രി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയവും ആരോഗ്യവും ഒക്കെ ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യമന്ത്രി. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ഇവിടുത്തെ ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചാണ്. അപ്പോൾ പിന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നൊരു തെറ്റുണ്ടോ? ഞാൻ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്നായാലും ഇവിടെ തന്നെ അത്യാവശ്യം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഏതായാലും അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമില്ലല്ലോ. തിരുവനന്തപുരം കോഴിക്കോട് ആയിട്ട് വന്ദേ ഭാരത് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും അറ്റ് പ്രസൻറ്റ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ വന്നാൽ വരും. ആരോഗ്യം നേരെയാക്കിയിട്ട് വേണമല്ലോ ദേവസ്വത്തിലേക്ക് ഒന്ന് ശരിക്കും ഇറങ്ങാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാർ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനിടെയാണ് മുൾക്കിരീടം ഉറപ്പിച്ച ദേവസ്വം പ്ലീഡറുടെ നിയമനം. രാജിയായിട്ടും ആ വിവാദത്തിന് അങ്ങനെ രാജിയായിട്ടില്ല. ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ ഇന്നലെ ഒരുപാട് ഫോൺ കോൾ വന്നു. ഈ സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, പക്ഷേ ഈ വക്കീലിനെ വെച്ചത് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നു എന്നുള്ള വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. ഒരു നിയമനത്തിൽ കൈപൊള്ളി നിൽക്കുമ്പോൾ മലമുകളിൽ നിയമന വീഴ്ചകളുടെ ഘോഷയാത്രയാണ്. സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടവർ മർമ്മസ്ഥാനങ്ങളിലുള്ളത് മന്ത്രി അറിയാൻ ഇത്തിരി വൈകി. ഞാൻ ആ നേരത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ പിന്നെ ഒരു ഔദ്യോഗിക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. കത്തിൽ പറഞ്ഞിട്ട് എത്രയേ ഉള്ളൂ, വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ
ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെന്റിന് കണക്കാക്കേണ്ടി വരും. മന്ത്രി കെ മുരളീധരന്റെ മുന്നിൽ കല്ലും മുള്ളും നിറഞ്ഞ കഠിന വഴികളാണ്. സിസ്റ്റം ശരിയാകുമോ, മന്ത്രിയെ ശരിയാക്കുമോ എന്നൊക്കെ കണ്ടറിയാം.